ഹല്ലേലൂയ. ആമേൻ. മായയായ ലോകത്തിൽ ചേർന്ന് നിൽക്കാതെ എൻ രക്ഷകനാം ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് മായയായ ലോകത്തിന് അനുരൂപരായി അതിനോട് ചേർന്ന് നിൽക്കാതെ മായയായ ലോകത്തിന് അനുരൂപരായി അതിനോട് ചേർന്ന് നിൽക്കുന്നവരോടും ചേർന്ന് നിൽക്കാതെ രക്ഷകന ക്രിസ്തുവിൽ അവർക്കല്ലേ രക്ഷിക്കപ്പെടാൻ ദൈവം പഴുതുകൾ ഒരുക്കിയിട്ടുള്ളത്. ഈ ലോകത്തിന് അനുരൂപരായി മായയായ ലോകത്തിന് അനുരൂപരായി അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കാൻ സാധ്യമാകാൻ സാധ്യതയുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ ലോകത്തോടുള്ള അനുരൂപത്വം, മായയായ ലോകത്തോടുള്ള അനുരൂപത്വം വിട്ട് മായയായ ലോകത്തോട് അനുരൂപരായി നിൽക്കുന്നവരോടുള്ള ഇടപെടലും വിട്ട് അകന്നുകൊള്ളണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന് യോഗ്യമായ വെളിപ്പാടും നമുക്ക് ആവശ്യമാണ്. അതാണ് ഇവിടെ സദൃശവാക്യത്തിൽ നിന്ന് വായിച്ചത്. വെളിപ്പാടില്ലാത്തയിടത്ത് അല്ലെങ്കിൽ ദർശനമില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉപദേശം വിട്ട് നടക്കുന്നു. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർക്ക് വെളിപ്പാടുണ്ടായിരിക്കും. വെളിപ്പാടുള്ളവർക്ക് അല്ലെങ്കിൽ ദർശനമുള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദർശനം ദീർഘദർശനം അല്ലേ? ദർശനം ദീർഘദർശനം. വെളിപ്പാട് പിന്നെ പൈസലോ പ്രവചനം ഇതെല്ലാം അടുത്തടുത്തടുത്ത് നിൽക്കേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പൊ സദൃശവാക്യത്തിൽ വായിക്കുന്നത് വെളിപ്പാടല്ല, വെളിപ്പാട്. പുസ്തകത്തെ കുറിച്ചും പറയുന്നത് വെളിപ്പാട് പുസ്തകത്തെ വെളിപ്പാടെന്നാണ്. പക്ഷെ അതിന് ചില ആൾക്കാര് പറയുന്നത് വെളിപാടെന്ന്. സ്തോത്രം. വെളിപാടെന്ന് ചില ആൾക്കാർ പറയുന്നു. വെളിപാടെന്ന് പറയുന്നതാണ് ശരിയായ വാക്കെന്ന് പറയുന്നവരുണ്ട്. വെളിപാടെന്ന് പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ സത്യഗ്രന്ഥം വായിക്കുമ്പോൾ വെളിപ്പാട് ഇല്ലാത്തയിടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലനുണ്ടായ വെളിപ്പാട് വെളിപ്പെടുവാനുള്ള തേജസ്, വെളിപ്പാടുകളുടെ ആധിക്യം. അപ്പൊ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ വെളിപ്പാട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഉച്ചാരണമായ യാഥാർത്ഥ്യമായ വാക്കും അത് തന്നെ എന്നാണ് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെളിപാട് എന്ന് പറയുന്നേക്കാൾ വെളിപ്പാട്. ചില ഭാഷയിൽ ചിലപ്പോൾ വെളിപാടെന്നുള്ള ശരിയായിരിക്കാം. പക്ഷെ മലയാള ഉച്ചാരണ ഭാഷയിൽ വരുമ്പോൾ വെളിപ്പാട് എന്നതാണ് അതിന്റെ അധികാരത്തിന്റെ വാക്കെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ, ഏത് മര്യാദ? ദൈവീക മര്യാദ. ദൈവിക മര്യാദ വിട്ട് നടക്കുന്നവർ ക്രിസ്തുവിൽ ഉള്ള മാർഗവും വിട്ട് നടക്കുന്നവരാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശം വിട്ട് നടക്കുന്നവരാണ്. പ്രൈസലോ. എന്നാൽ ന്യായപ്രമാണത്തെ കാത്തുകൊള്ളുന്നവർ ഭാഗ്യവാൻ.
ന്യായപ്രമാണത്തെ കാത്തുകൊള്ളുന്നവർ ഭാഗ്യവാന്മാർ. എവിടെയെങ്കിലും ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വായിക്കാൻ സാധിക്കുന്നുണ്ടോ? ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം ന്യായപ്രമാണത്തെ കാത്തുകൊള്ളുന്നവർ ഭാഗ്യവാന്മാരെന്ന് നിരവധി സ്ഥലങ്ങളിൽ വായിക്കുന്നു. അവ ക്രിസ്തീയ ലോകത്തില് ന്യായപ്രമാണത്തെ കാത്തുകൊള്ളുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കണം വാക്കുകൾ. എന്നാൽ ന്യായപ്രമാണം കഴിഞ്ഞുപോയെന്നും അത് നമുക്കുള്ളതല്ല യഹൂദനുള്ളതാണെന്നും പറയുന്ന വാക്കുകൾ ഒത്തിരി കൂടുതലാണ്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നത് വെളിപ്പാടില്ലാത്ത ഇടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവരോ ഭാഗ്യവാന്മാർ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. ശാപകരമായ അവസ്ഥയിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് ഭാഗ്യകരമായ അനുഭവങ്ങളിലേക്ക് കണ്ണുയർത്തുവാൻ, ശ്രദ്ധ തിരിക്കുവാൻ, ചിന്തയെ വളർത്തിയെടുക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ നാമം എന്തെന്ന് ഗ്രഹിച്ചുണരേണ്ടതിന്, ആ ദൈവത്തിന്റെ നാമം ഉൾക്കൊള്ളേണ്ടതിന്, ഉൾക്കൊണ്ട് ഉൾക്കാഴ്ചയുള്ളവരായി ശേഷിക്കപ്പെടേണ്ടതിന് നമുക്കെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം മാത്രമല്ല, ദേശത്തിൽ തിങ്ങിപ്പാലിക്കുന്ന ഓരോ വ്യക്തികളും, ഭൂലോകത്തിന് അങ്ങോളം ഇങ്ങോളം കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരും പ്രകാശമുള്ളവരായി, ക്രിസ്തുവിൽ ഉപദേശമുള്ളവരായി, ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവരായി, ന്യായപ്രമാണത്തെ കാക്കുന്നവരായി, കാവൽക്കാരായി എഴുന്നേറ്റ് പ്രകാശിപ്പത്തക്കതായി കൃപയ്ക്കായി നമുക്കെല്ലാവരും കേൾപ്പിച്ച് പ്രാർത്ഥിക്കും. നിത്യജീവനാധാരമായ ഉപദേശങ്ങളെ ന്യായപ്രമാണത്തിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ, പ്രവചനങ്ങളിലൂടെ, സുവിശേഷങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന അൻപുള്ള സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമനിമിത്തം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും ദൃഷ്ടിവെച്ചുള്ള ആലോചനയാലും അടിയങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതിന് അടിയങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണ രേഖയിൽ നിന്ന് അകന്നു പോകുന്ന ഓരോ വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകന്നുകൊണ്ട് അവർക്ക് ബുദ്ധിപദേശം കൊടുത്ത് നിത്യജീവന്റെ മഹത്വത്തിൽ സാക്ഷ്യം വഹിപ്പാൻ അടിയങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ബലമുള്ള കീഴ്ത്താഴ്ത്തുന്നു യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. അവൻ വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ഞാൻ ഉപദേശത്തിന്റെ സ്തോത്രം ഒരു വാക്കാണ്. വെളിപ്പാട് ഇല്ലാത്ത ഇടത്ത്. സ്തോത്രം. അപ്പൊ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ. ഹല്ലേലൂയ. നിഗളം വരും. നിഗളിക്കാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ വെളിപ്പാടിന്റെ ആധിക്യം. സ്തോത്രം, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കാത്തുകൊള്ളുന്നവർക്കാണ് എന്ത് കിട്ടുന്നത്? വെളിപ്പാട് കിട്ടുന്നത്. ആരെ കുറിച്ചുള്ള വെളിപ്പാട്? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ കാക്കുന്നവർക്കാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുന്നത്. ഇല്ലാത്ത ഒരു മനുഷ്യർക്ക്
യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവ ഇഷ്ടപ്രകാരം കിട്ടില്ല. സ്തോത്രം. ന്യായപ്രമാണത്തെ കാക്കാത്തവർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുമായിരിക്കാം. അതെല്ലാം ഐഹികമായ വെളിപ്പാടുകളാണ്, ഭൗമികമായ വെളിപ്പാടുകളാണ്, പ്രാകൃതമായ വെളിപ്പാടുകളാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന് ഒപ്പം മറ്റ് ശിഷ്യന്മാർക്ക് അപ്പോസ്തലന്മാർക്ക് കിട്ടിയ വെളിപ്പാടെന്ന് പറയുന്നതോ അത് ഐഹികമായതല്ല, പ്രാകൃതമായതല്ല, ലൗകികമായതല്ല, സ്വർഗീയമായ വെളിപ്പാടാണ് ക്രിസ്തുവിൽ കൂടി ലഭിച്ചത്. സ്തോത്രം. അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് ലഭിച്ചത് ആത്മീയ തലമാണ്. സ്തോത്രം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ജഡപ്രകാരം ക്രിസ്തുവിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ അറിയുന്നില്ല. എന്നാൽ ആരെ അറിയുന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയുന്നു. ഹല്ലേലൂയ. റോമലേഖനം വായിക്കുമ്പോൾ ജഡപ്രകാരം ജനിച്ച ക്രിസ്തുവിനെ അറിയുന്നില്ല എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് അനേകർക്കും അറിയാമെന്നുള്ളത് ആരെയാണ്? ജഡപ്രകാരം ജനിച്ച ക്രിസ്തുവിനെ അറിയാമെന്നുള്ളത്. എന്നാൽ ന്യായപ്രമാണത്തിൽ പ്രിയം വെച്ച് വെളിപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവർ പറയുന്നു, ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ അല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത്ര ഞങ്ങൾ അറിയുന്നു. കരങ്ങളെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കിട്ടി വായിക്കാം. സ്തോത്രം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. എന്തുകൊണ്ട്? ന്യായപ്രമാണത്തെ കാത്തുകൊള്ളുന്നത് കൊണ്ടാണ്. കാരണം ന്യായപ്രമാണം ആത്മീകമാണ്. ആത്മീയമാകുന്ന, നിർമ്മലമാകുന്ന, തികവുള്ള ന്യായപ്രമാണത്തെ കാക്കുന്നവർ പറയുന്നു, ആകയാൽ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അറിയുന്നു എന്നാണ്, അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം സ്തോത്രം ബന്ധത്തെക്കുറിച്ചോ സ്ഥാനമാനങ്ങളെ കുറിച്ചോ സ്തോത്രം പരിചയത്തെ കുറിച്ചോ ഒക്കെ ചോദിച്ചാൽ അവർക്ക് അറിയില്ല. ഇന്നാണെങ്കിലോ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടിയാൽ, മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് കൂടിയാൽ ഇന്നാര് ഇന്നാര് ഇന്നാരെ അറിയാമോ, ഇന്ന ജോലിയുള്ള, ഇന്ന പ്രായമുള്ള, ഇന്നടത്ത് താമസിക്കുന്ന, ഇന്നടത്ത് വിവാഹം കഴിച്ചു കൊണ്ടുപോയ ഇന്നാരെ അറിയാമോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തലന്മാർ ഇങ്ങനെയുള്ള ജഡപ്രകാരമുള്ള ആ ചോദ്യങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? മാറി വന്നവരാണ്. മാറി വന്ന അനന്തരഫലമായി അവർ പറയാണ്, ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം ഒന്ന് വായിക്കാം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ പൗലോസ് അപ്പോസ്തലൻ മാത്രമാണോ? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ മാത്രമാണോ? അല്ല. പിന്നെയോ ഒപ്പം ചേരുന്ന എല്ലാ അപ്പോസ്തലന്മാരും, ഒപ്പം ചേരുന്ന എല്ലാ ശിഷ്യഗണങ്ങളും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണമെന്ന് പറയുക. അപ്പൊ ഒന്ന് തന്നെ സംസാരിക്കാൻ തക്കവണ്ണം വേർതിരിക്കപ്പെട്ട ഓരോരുത്തരും ചേർന്നെന്ന് പറയണം. ഞങ്ങൾ ഈ അനുഭവത്തിലേക്കും ഈ ആത്മീയ തലത്തിലേക്കും നാം ഓരോരുത്തരും കയറി വരണം. നാം ഓരോരുത്തരും കയറി വരണം എന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മീയ തലത്തിലേക്ക് നാം ഓരോരുത്തരും സ്തോത്രം കയറി വരണം, വളർന്നു വരണം. അതിന് വെളിപ്പാട് വേണം. വെളിപ്പാട് വേണമെങ്കിൽ ന്യായപ്രമാണത്തെ കാക്കണം. ന്യായപ്രമാണത്തെ കാക്കാത്തവർക്ക് ലഭിക്കുന്ന വെളിപ്പാട് ദൈവികമായ വെളിപ്പാടോ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടോ അല്ല. പിന്നെയോ അവർക്ക് ലഭിക്കുന്ന വെളിപ്പാട് ഈ ലോകത്തിലെ ലൗകികമായ വെളിപ്പാടുകളാണ്. അതുകൊണ്ട് ലൗകികമായ വെളിപ്പാടുകളെ കൊണ്ടവണ്ണം
അനേകർ ക്രിസ്ത്യാനികളായിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതല്ല, ക്രിസ്തു മതത്തിലേക്ക് ചേരുകയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയല്ല, അത് ക്രിസ്തു മതത്തോട് ചേരാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവനായ പ്രമാണത്തെ കാക്കുന്നവർ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുള്ളവരായി മാറും. അതാണ് ദൈവഭക്തന്മാരെല്ലാവരും, ദാവീദടക്കമുള്ള എല്ലാ ദൈവഭക്തന്മാരും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുള്ളവരായിരുന്നു. ദൈവത്തിന്റെ പ്രവാചകന്മാരെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചവരായിരുന്നു. കാരണം അവരെല്ലാം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവരായിരുന്നു. അവരെല്ലാം ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കാക്കുന്നവരായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 112 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോഴോ, യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നമ്മുടെ ചോദന, നമുക്കുള്ള എല്ലാറ്റിനേക്കാളും ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടമുള്ളവരാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. അങ്ങനെ ശോധന ചെയ്യുന്ന അനന്തരഫലമായിട്ടാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടാകുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടാകുന്നത് എങ്ങനെയാണ്? നാം ദൈവവചനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ശോധന ചെയ്യുമ്പോൾ നാം ദൈവവചനത്തിൽ മറ്റുള്ളതിനേക്കാൾ എല്ലാറ്റിനേക്കാളും ദൈവവചനത്തിൽ ഇഷ്ടമുള്ളവരാണ്, ഏറ്റവും ഇഷ്ടമുള്ളവരാണ് എന്നല്ല തെളിയുന്നത്. സ്തോത്രം. എല്ലാത്തിനേക്കാളും ഏറ്റവും ഇഷ്ടമില്ലാത്തവരെന്നേ തെളിയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നാം നമ്മെ ശോധന ചെയ്താൽ ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടമുള്ളവരല്ല എന്ന് തെളിയും. എത്ര പേർക്ക് ഈ വായിക്കുന്ന ഈ വാക്യത്തോട് ചേർന്ന് വരാൻ കഴിയുന്നു? എത്ര പേർക്ക് ഈ വാക്യത്തോട് ഹൃദയത്തെ ചേർത്ത് കൊണ്ടുവരാൻ കഴിയുന്നു? സ്തോത്രം, സ്തോത്രം. നാം ശോധന ചെയ്യാതിരുന്നാൽ നാം ദൈവത്തിന്റെ വചനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നുവെന്ന് സ്വയം പറയാം. അത് സ്വന്തം നീതീകരണത്തിന് വേണ്ടിയാണ്, ദൈവനീതി പ്രാപിക്കാൻ വേണ്ടിയല്ല. എന്നാൽ ദൈവവചനത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളവരാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. നിങ്ങളിൽ ഓരോരുത്തരും സ്തോത്രം ദൈവകൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടമുള്ളവർ അല്ല എന്ന് പാപബോധം തരും. പാപബോധം തരും. ആ പാപബോധം അനന്തരഫലമായി ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തരും. കാരണം അതിന്റെ പരിഹാരം ക്രിസ്തുവിനാണുള്ളത്. സ്തോത്രം. ദൈവകൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടാതിരിക്കുന്ന പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തുവിനാണുള്ളത്. സ്തോത്രം. മദ്യപാനിയുടെ പാപപരിഹാരം യേശുവിനില്ല. വ്യഭിചാരിയുടെ പാപപരിഹാരം യേശു ക്രിസ്തുവിനില്ല. മോഷ്ടാവിന്റെ പാപപരിഹാരം യേശു ക്രിസ്തുവിനില്ല. അതെന്ത് ചെയ്യണം? അവനിൽ തന്നെ പാപപരിഹാരം കണ്ടെത്തണം. എങ്ങനെ? ആരുടെ വക മോഷ്ടിച്ചോ അവരോട് ഏറ്റുപറഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തണം. ആരോട് കള്ളം പറഞ്ഞോ അവരോട് ഏറ്റുപറഞ്ഞ് പരിഹാരം കണ്ടെത്തണം. അതൊന്നും ക്രിസ്തുവിന് പരിഹാരം പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ സഹോദരങ്ങൾ ആരോടാണ് തെറ്റ് ചെയ്തു അവരോട് ഏറ്റുപറഞ്ഞ് പരിഹാരം പ്രാപിച്ചില്ല എങ്കിൽ ക്രിസ്തു അംഗീകരിക്കുകയില്ല. അതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടെന്ന് പറയുന്നത്. ആരോട് കടം മേടിച്ചോ അവർക്ക് കൊടുത്ത പരിഹാരം കണ്ടെത്തണം. അങ്ങനെ മനുഷ്യരോട് ചെയ്യുന്ന ഏത് അനീതിയും മനുഷ്യനോട് തന്നെ എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് പരിഹാരം കണ്ടെത്തണം. അതിന്റെ പരിഹാരം ക്രിസ്തുവിൽ ഇല്ല, ഇല്ലേ ഇല്ല. സ്തോത്രം. അത് മനസ്സിലാക്കാൻ മനസ്സ് വെച്ചാൽ മാത്രമേ
ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനുള്ള പാപപരിഹാരം എന്താണ്? സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ ഏറ്റവും ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലയോ എന്ന് ശോധന ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൽ തെളിയും ഏറ്റവും ദൈവത്തിന്റെ കൽപ്പനകളിൽ നാം ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ പരിഹാരം മനുഷ്യരിൽ നിന്ന് കിട്ടില്ല. അതിന്റെ പരിഹാരം യേശു ക്രിസ്തുവിൽ നിന്നാണ് കിട്ടുന്നത്. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് സഹോദരനോട് പിഴച്ചാൽ സഹോദരനുമായി പാപത്തെ ഏറ്റുപറഞ്ഞ് പരിഹാരം കണ്ടെത്തണം. സഹോദരിയോട് പിഴച്ചാൽ സഹോദരിയുമായി ഏറ്റുപറഞ്ഞ് പാപപരിഹാരം കണ്ടെത്തണം. അതൊന്നും ക്രിസ്തുവിൽ പരിഹരിക്കാമെന്ന് വിചാരിക്കേ വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അല്ല, എല്ലാം ക്രിസ്തുവിൽ പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചാലേ, അങ്ങനെ പഠിച്ചാലേ, അങ്ങനെ ഗ്രഹിച്ചാലേ അതിന് പൈശാചികമായ ഗ്രഹണമാണ്, പൈശാചികമായ പഠനമാണ്. എന്ന് പറഞ്ഞാൽ ആരോടും എന്ത് അനുസരണക്കേടും കാണിക്കാം, ആരോടും എന്ത് അഭിപ്രായ വ്യത്യാസവും പറയാം. പറഞ്ഞിട്ട് അത് യേശു എനിക്ക് പരിഹരിച്ചു, അത് യേശുവിൽ പാപപരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യരോട് എല്ലാവരോടും അതിക്രമം ചെയ്ത് ആ മനുഷ്യരോട് എല്ലാവരോടും അനുസരണക്കേടും കാണിച്ച് മനുഷ്യരെ വെറുത്ത് വെറുത്ത് ജീവിക്കേണ്ടി വരും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് മനുഷ്യനോട് ചെയ്യുന്ന ഏത് അനീതിയും മനുഷ്യനോട് തന്നെ പ്രതിവിധി കണ്ടെത്തി പരിഹാരം വരുത്തണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അല്ല, എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയല്ല. അതെല്ലാം യേശു ക്രിസ്തു നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും കർത്താവ് ക്ഷമിച്ച്. എങ്ങനെ ക്ഷമിക്കും? കർത്താവ് നമ്മുടെ അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ നമ്മൾ ആർ നിലനിൽക്കും. അതിന്റെ അർത്ഥം ഓർമ്മ വയ്ക്കില്ലെന്നാണോ? ഓർമ്മ വയ്ക്കും. അകൃത്യങ്ങള് ഏറ്റുപറഞ്ഞ് പാപത്തെ ഓർത്ത് ദുഃഖിച്ചാൽ അകൃത്യങ്ങൾ ഓർമ്മ വയ്ക്കില്ല. ഇല്ലെങ്കിൽ എല്ലാം ദൈവം ഓർമ്മ വയ്ക്കുകയും നമ്മുടെ കൺമുന്നിൽ നിരത്തി വച്ച് തരികയും ചെയ്യും. സ്തോത്രം. അത് മനുഷ്യനോട് ചെയ്യുന്ന പാപമായാലും കൺമുന്നിൽ നിരത്തി വെച്ച്. ഇനി മനുഷ്യനോട് പാപം ചെയ്തിട്ട് ദൈവത്തോട് ഏറ്റു പറഞ്ഞ ക്ഷമ കിട്ടുകയില്ല. സ്തോത്രം. അപ്പൊ ഈ വെളിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ വെളിപ്പാടെന്ന് പറഞ്ഞ വെളിപ്പാടാകില്ല. അറിയേണ്ടതുപോലെ, ചിന്തിക്കേണ്ടത് പോലെ, ഗ്രഹിക്കേണ്ടത് പോലെ ഗ്രഹിക്കുവാൻ നാം മനസ്സ് പുതുക്കിയാലേ വെളിപ്പാട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. അപ്പൊ 112 വായിക്കുമ്പോൾ യഹോവയെ സ്തുതിപ്പിൻ. വേറെ ആരെങ്കിലും സ്തുതിക്കാനല്ല പറയുന്നത്, മോശനെ സ്തുതിക്കാനല്ല പറയുന്നത്, ലൗകികനെ സ്തുതിക്കാനല്ല പറയുന്നത്, മക്കറിനെ സ്തുതിക്കാനല്ല പറയുന്നത്. സ്തോത്രം. അന്യാഗിനി കത്തിക്കുന്നവരെ സ്തുതിക്കാനല്ല പറയുന്നത്, നിക്കല്ലോവനെ സ്തുതിക്കാനല്ല പറയുന്നത്, മാലിനെ സ്തുതിക്കാനല്ല പറയുന്നത്, ഈ കാണുന്ന ലോകത്തെ സ്തുതിക്കാനല്ല പറയുന്നത്. പിന്നെ യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ സ്തുതിക്കുവാൻ നമ്മളിൽ ഓരോരുത്തരും ആര് പഠിപ്പിച്ചു? യഹോവയെ സ്തുതിക്കുന്നുണ്ടോ അത് ലോകത്തെ സ്തുതിക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യാൻ നമ്മിൽ ആരെങ്കിലും പഠിപ്പിച്ചോ? പക്ഷെ ദൈവാത്മാവ് ദൃഷ്ടിവെച്ച് ആലോചന പറയുമെന്ന് പറയുന്നതാണ്. ആരും പഠിപ്പിച്ചില്ലെങ്കിലും ദൈവാത്മാവ് ദൃഷ്ടിവെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരികയാണ്. ദൈവത്തെ സ്തുതിക്കുക, യഹോവയെ സ്തുതിക്കുക നാം കടമപ്പെട്ടവരാണ്. പക്ഷേ യഹോവയെ സ്തുതിക്കുന്നുണ്ടോ? സ്തുതിക്കുന്നുണ്ട്. എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? സ്തോത്രം. അതോ ദേശാധിപതികളെ സ്തുതിച്ച്, പോഷനെ സ്തുതിച്ച്, കള്ളനെ സ്തുതിച്ച്, വേശ്യാവൃത്തി ചെയ്യുന്നവരെ സ്തുതിച്ച്, ലോകത്തുള്ള കാണുന്നവരൊക്കെ സ്തുതിച്ച് വണങ്ങി അവസാനം വന്ന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? അതൊന്നും ദൈവത്തെ സ്തുതിയല്ല. ആ സ്തുതി ദൈവം അംഗീകരിക്കില്ല.
സ്തോത്രം. ആ സ്തുതിയെല്ലാം അവരവർക്ക് അകൃത്യഹേതുവായി മാറും. സ്തോത്രം. അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിലും പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, 4 സാക്ഷ്യത്തോടു കൂടെ നാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ എന്നും നാം നമ്മെ ശോധന ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വിട്ടുവെച്ച് ആലോചന പറയും. ഇല്ല, ഇല്ലേ, ഇല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നാം ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരും. ആ പൂർണ്ണ സ്തുതി, ആ പൂർണ്ണമായിട്ട് ദൈവത്തെ സ്തുതിക്കാത്ത ആ പാപഹേതു, അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് നമുക്ക് പരിഹാരമുള്ളത്. അത് ലോകത്തിലെ ഒരു മനുഷ്യനിൽ കൂടി നമുക്ക് പരിഹാരം ലഭിക്കില്ല. സ്തോത്രം, സ്തോത്രം. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നാം വായിച്ച് നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി സ്വന്തങ്ങളെ കോല് ഓർത്ത് സ്തോത്രം അതിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തുവിലേക്ക് തിരിയുന്നവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നവര്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് 171 വായിക്കുന്നത്. സ്തോത്രം. അങ്ങയുടെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരുന്നത് കൊണ്ട് എന്റെ അതിരങ്ങളിൽ അങ്ങേ സ്തുതിക്കുക. ഹല്ലേലൂയ. അല്ലാതെ സ്തുതി ദൈവസന്നിധിയിൽ എത്തിച്ചേരില്ല. സ്തോത്രം. ഇപ്പൊ ചട്ടങ്ങൾ ഉപദേശിച്ചു തരുമ്പോൾ ചട്ടങ്ങൾ ഉപദേശമായി ഉൾക്കൊള്ളുന്നവർ പൂർണ്ണ ഹൃദയമുള്ളവർ, പൂർണ്ണ മനസ്സുള്ളവർ, പൂർണ്ണാത്മാവുള്ളവർ, പൂർണ്ണ ശക്തിയുള്ളവർ. അത് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങനെ ആകുന്നല്ല അതിന്റെ അർത്ഥം. ഓരോ ദിവസവും ആ കാര്യങ്ങളെ ഗ്രഹിച്ച് ഹൃദയത്തിലുള്ള ദുഷ്ടതകളെ കഴുകി കളഞ്ഞ്, ഹൃദയത്തിലുള്ള മലിനതകളെ കഴുകി കളഞ്ഞ് നിർമ്മല ഉൾക്കൊണ്ടേറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു സമാപ്തി വെച്ചിട്ടുണ്ട്. ആ സമാപ്തിയിലേക്ക് നമ്മൾ ഇന്നെത്തിച്ചേർന്നിട്ടില്ല. ആ സമാപ്തിയിലേക്ക് നാം എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശമാണ് തിരുവചനത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയിൽ കുത്തിവെച്ച് എന്നുള്ള സത്യം ഈ നാളുകൾ നാം ഗ്രഹിച്ചറിയാത്തോളം നമുക്ക് ജീവരക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സ് കൊടുക്കുവാൻ ദൈവാത്മാവ് നമ്മോട് ദൂത് പറയുക. Praise the Lord. Hallelujah. അപ്പോൾ യഹോവയെ സ്തുതിപ്പീൻ. അടുത്ത് യഹോവയെ ഭയപ്പെടണം. എങ്ങനെ ഭയപ്പെടും? യഹോവയെ ഭയപ്പെടാൻ പഠിക്കണം. യഹോവയെ ഭയപ്പെടാൻ പഠിപ്പിക്കണം. കർത്താവ് എന്ന് വിളിക്കാനല്ല പഠിപ്പിക്കാനുള്ളത്. യഹോവയെ ഭയപ്പെടാൻ പഠിപ്പിക്കണം. 112 സങ്കീർത്തനത്തിൽ അനുഗ്രഹം നമുക്ക് വേണമോ? വേണമെങ്കിൽ അതിന്റെ ഗ്രാഹ്യമുള്ളവരായി മാറണം. അതിന്റെ യാഥാർത്ഥ്യ വശം തിരിച്ചറിയുന്നവരായി മാറണം. എത്രയോ ആണ്ടുകൾ കൊണ്ട് നമ്മളൊക്കെ വായിക്കുന്നു 112 സങ്കീർത്തനം. എന്ത് ഗ്രഹിച്ചു? എങ്ങനെ നമ്മെ ശോധന ചെയ്തു? നമുക്ക് ശോധനയെ സാധിച്ചിട്ടുണ്ടോ? ശോധന ചെയ്യാൻ ആരെങ്കിലും നമ്മെ ബോധവൽക്കരിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് നടത്തുന്നുവെന്ന് നമുക്ക് വ്യാജമായി തോന്നിയാ പോരാ. ദൈവാത്മാവ് നമ്മെ നടത്തുന്നു എങ്കിൽ വായിക്കുന്ന ഓരോ വചനത്താലും നമ്മെ ശോധന ചെയ്യുവാൻ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഈ ഭാഗങ്ങൾ എഴുതിയത് മനുഷ്യന്റെ സ്വന്തം ഇഷ്ടത്താലല്ല. സങ്കീർത്തനം എഴുതിയത്, സദൃശവാക്യം എഴുതിയത്, പ്രവചനങ്ങൾ എഴുതിയത് മനുഷ്യന്റെ സ്വന്തം ഇഷ്ടത്താലല്ല. ദൈവാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട്, ദൈവാത്മാവിന്റെ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ പ്രവചിച്ചതും എഴുതിയതും. ഹല്ലേലൂയ. അപ്പോൾ അത് വെറുതെ വായിച്ചാൽ ശരിയാകില്ല. ദൈവം അംഗീകരിക്കില്ല. പരിശുദ്ധാത്മാവിനെ പേടുകയുമില്ല. പിന്നെയോ നമ്മെ തന്നെ ശോധന ചെയ്ത് ആമേൻ സ്തോത്രം വചനം വായിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് അതിലുള്ള
പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെടുകയും. Praise the Lord. Praise the Lord. ഒരു ഉരുള ചോറ് ഹിന്ദിയിൽ എന്ന് പറയും കള്ളൻ എന്ന് പറയും. Praise the Lord. അല്ലെങ്കിൽ ഒരു ഉരുള ഭക്ഷണം. ആ ഭക്ഷണത്തിൽ ജീവനുണ്ടോ? ഉണ്ട്. കൈയിടുന്ന ജീവനായി മാറുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? നാം അതിനെ ഭക്ഷിക്കണം, ദാഹജലം കുടിക്കണം, അത് ദഹിക്കണം. ദഹിച്ചാൽ വിസർജനമായി പോകേണ്ടത് അങ്ങനെയും ശരീരത്തിൽ ജീവനായി മാറേണ്ടത് അങ്ങനെയും മാറും എന്ന് പറയുമ്പോൾ വചനം നാം ബൈബിൾ ഇരുന്ന വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. പിന്നെ അത് വായിക്കണം, അത് ഗ്രഹിക്കണം, അതിന് പ്രകാരം ശോധന ചെയ്യണം. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം നടത്തണം, പ്രവർത്തിക്കണം. അപ്പോഴാണ് ആ വചനം നമ്മൾ ജീവനായി മാറുന്നത്. ഹല്ലേലൂയ. അതിന് യോഗ്യമായി വായിക്കണമെങ്കിൽ അതിന് യോഗ്യമായി വായിപ്പിക്കുന്നവരോട് അതിനെ കേട്ടുപഠിക്കണം. അതിന് യോഗ്യമായി വായിക്കുന്നവരോട് ചേർന്ന് നടക്കണം. അതിന് യോഗ്യമായി വായിക്കാത്തവരിൽ നിന്ന് അകന്നു മാറണം. അവരോട് ഇണക്കമെന്നോ പിണക്കമെന്നോ അല്ല, അവരോട് സംസർഗമരുത്. അപ്പോൾ തന്നെ അവർക്ക് ബുദ്ധിപദേശം കൊടുക്കണം. പിതാവ് നിശ്ചയിച്ച അവധിയോളം ബുദ്ധിപദേശം കൊടുത്തുകൊണ്ട് ആവേശോത്തരം അവരിൽ നിന്ന് അകന്ന് ക്രിസ്തുവിനോട് ചേരുവാൻ യാത്രയാണ്. സ്തോത്രം.